നിങ്ങളോടൊപ്പം ഈ സായാഹ്നത്തിൽ ചില കാര്യങ്ങൾ മാത്രം സംസാരിക്കാൻ, എന്നും ഇങ്ങനെ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കാൻ, എന്നും ഇങ്ങനെ വൈബ്രൻ്റ് ആയിട്ട് നിൽക്കാൻ, എന്നും നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി നിൽക്കാൻ ആണ് എനിക്ക് ആഗ്രഹം. അതുതന്നെയാണ് ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ പോസിറ്റീവായി നിലനിൽക്കാൻ പറ്റും എന്നതാണ് ഇന്നത്തെ സബ്ജക്റ്റ്. എല്ലാവർക്കും ആഗ്രഹമുള്ളതാണ് പോസിറ്റീവായി ജീവിക്കണം, പോസിറ്റീവായി നിൽക്കണമെന്ന്. പക്ഷേ ഹൗ ഡസ് ഇറ്റ് പോസിബിൾ? കാരണം ജീവിതത്തിലെ പല വിഷയങ്ങൾക്കിടയിൽ നിന്ന് പോകുമ്പോഴും എങ്ങനെ നമുക്ക് പോസിറ്റീവായി നിലനിൽക്കാൻ സാധിക്കും എന്നതാണ് നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ക്വിക്കായിട്ട് 5 ചോദ്യങ്ങൾ ചോദിക്കാം. ഈ 5 ചോദ്യങ്ങളിൽ നിങ്ങൾ ആൻസർ പറയുക. അപ്പോൾ മനസ്സിലാവും നിങ്ങൾ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ളത്. ഒന്നുമില്ല, നെഗറ്റീവായ ആൾക്ക് പോസിറ്റീവ് ആവാൻ പറ്റും, പക്ഷേ പോസിറ്റീവായ ആൾ ഒരിക്കലും നെഗറ്റീവ് ആവരുത് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിക്കുക. പെട്ടെന്നായിട്ട് 5 ചോദ്യങ്ങൾ ചോദിക്കാം. വളരെ ഫാസ്റ്റ് ആയിരിക്കും. കാരണം നമ്മളെ വ്യൂവേഴ്സിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ച് നമ്മളിതിനെ വളരെ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ചെയ്യുന്നത്. ഓക്കെ, എവറിബഡി റെഡി ഫോർ ഇറ്റ് നൗ, റൈറ്റ്? ഓക്കെ, 5 ചോദ്യങ്ങൾ വരുന്നു. നമ്പർ 1, ക്വസ്റ്റ്യൻ നമ്പർ 1. ഒന്നാമത്തെ ചോദ്യം എഴുതി വെച്ചോളൂ. ഇതിൽ നിങ്ങൾ എ ബി എന്ന് മാത്രമേ ഉത്തരം പറയേണ്ടതുള്ളൂ. എ ബി എന്ന് മാത്രം എഴുതി ഉത്തരം പറയുക. ഒന്നാമത്തെ ചോദ്യം ഞാൻ ചാറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ യൂട്യൂബ് മറ്റുള്ളവർക്കും അത് അറിയിക്കാം. ഒന്നാമത്തെ ചോദ്യം വരുന്നത്, ഒരു പുതിയ ദൗത്യം നേരിടുമ്പോൾ നിങ്ങളുടെ ആദ്യ പ്രതികരണം എന്തായിരിക്കും? അല്ലെങ്കിൽ ഒരു പുതിയൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആദ്യമായി പ്രതികരിക്കുന്നത് എങ്ങനെയായിരിക്കുമെന്നാണ്. ഒന്നാമത്തെ ഉത്തരം എ എന്ന് പറയുന്നത് എനിക്ക് ഇത് ചെയ്യാൻ സാധിക്കും എന്നും, ബി എന്ന് പറയുന്നത് ഞാൻ തീർച്ചയായും പരാജയപ്പെടും എന്നുള്ളതുമാണ്. ഇതിന് ഉത്തരം നിങ്ങൾ എഴുതുക. ഒരു കാര്യം പുതിയതായി ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നും എന്നുള്ളതാണ്. ഇതെനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ഉറപ്പിക്കും, അല്ലെങ്കിൽ ഞാൻ ഇതിൽ തീർച്ചയായും പരാജയപ്പെടുമെന്ന് ഉറപ്പിക്കും. അത് എ ബി എന്നുള്ള ഉത്തരം എഴുതുക. രണ്ടാമത്തെ ചോദ്യം, മറ്റുള്ളവർ നിങ്ങളുടെ ഉദ്ദേശങ്ങളെ തള്ളിക്കളയുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുക? മറ്റുള്ളവർ, ഉത്തരം കമൻറ്റ് ബോക്സിൽ ഇടണ്ട, നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ലാസ്റ്റ് ആൻസർ പറയുള്ളൂ. കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റില്ല. മറ്റുള്ളവർ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നവർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ. മറ്റുള്ളവർ എഴുതി കഴിഞ്ഞ് ടോട്ടൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഇപ്പോൾ ഒരു നോട്ട് പാഡിൽ എഴുതി വെക്കുക. ലാസ്റ്റ് ആൻസർ മാത്രം കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. മറ്റുള്ളവർ നിങ്ങളുടെ ഉദ്ദേശങ്ങളെ, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യത്തെ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യത്തെ മറ്റുള്ളവർ തള്ളിക്കളയുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നും എന്നുള്ളതാണ് ചോദ്യം. ഞാൻ നന്നായി ശ്രമിച്ചു, അടുത്ത തവണ മെച്ചപ്പെടാമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും വിജയിക്കില്ല എന്ന് തോന്നുന്നു. അതായത് മറ്റുള്ളവർ നമ്മൾ ചെയ്യുന്ന കാര്യത്തെ നെഗറ്റീവായി അല്ലെങ്കിൽ അതിനെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നും, ഓക്കെ, നോ പ്രോബ്ലം, ഞാനിത് ശ്രമിച്ചതാണ്, അടുത്ത തവണ ഇതിനേക്കാളും നന്നായിട്ട് ചെയ്യാമെന്ന് തോന്നും. അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇതൊന്നും ആവില്ല എന്ന് തോന്നും. മൂന്നാമത്തെ ചോദ്യം, അത് എ ബി എന്ന ഉത്തരം എഴുതുക. മൂന്നാമത്തെ ചോദ്യം, നിങ്ങൾ ജീവിതത്തിലെ വലിയ വെല്ലുവിളികളെ എങ്ങനെ കാണുന്നു? ജീവിതത്തിൽ ഉണ്ടാവുന്ന വെല്ലുവിളികളെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഇത് എന്നെ കൂടുതൽ ശക്തനാക്കും എന്ന് തോന്നുന്നു, ഇത് എനിക്ക് വെറുപ്പുണ്ടാക്കുന്നു എന്ന് തോന്നുന്നു, എനിക്കിങ്ങനെ വെല്ലുവിളികളൊന്നും സ്വീകരിക്കാനൊന്നും പറ്റില്ല, ഞാനതിനെ വെറുക്കുന്നു എന്ന് തോന്നുന്നു. എ ബി. എ എന്ന് പറഞ്ഞാൽ ഇതെന്നെ കൂടുതൽ ശക്തനാക്കാനായിട്ടാണ്. ഇത് ശരിക്കും മനസ്സിലാക്കണം നിങ്ങൾ. പലപ്പോഴും പലരും വന്ന് പറയുന്ന കാര്യമാണിത്. വെല്ലുവിളികൾ വരുമ്പോൾ ഓടി ഒളിക്കുന്ന സ്വഭാവമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് എനിക്ക് ഇഷ്ടമല്ല എന്നായിരിക്കും അവർ പറയുക. അതാണെങ്കിൽ ബി ആണ് ആൻസർ. അല്ലെങ്കിൽ ഇതെന്നെ കൂടുതൽ ശക്തനാക്കുമെന്നെങ്കിൽ എ ആണ് ആൻസർ. മൂന്നാമത്തെ ചോദ്യം, ചെറിയ വീഴ്ചകൾ സംഭവിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ആദ്യം ചിന്തിക്കുന്നത്? ചെറിയ വീഴ്ചകൾ സംഭവിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ആദ്യം ചിന്തിക്കുന്നത്? എ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതൊരു പാഠമായി ഏറ്റെടുക്കുന്നു, ഞാൻ കൂടുതൽ മെച്ചപ്പെടുമെന്ന്. എന്തിനായാണ് ഞാൻ എപ്പോഴും എനിക്ക് പരാജയം തന്നെയാണല്ലോ എന്നോർത്ത് ദുഃഖിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ബി ആണ്, എനിക്ക് എപ്പോഴും പരാജയമാണ്, എല്ലാത്തിലും പരാജയമാണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ബി ആണ് ആൻസർ. എ ആണെങ്കിൽ ഇതൊരു പാഠമാണ്, ഞാൻ കൂടുതൽ മെച്ചപ്പെടുന്നു എന്ന് തോന്നുന്നു. അഞ്ചാമത്തെ ചോദ്യം, നിങ്ങളുടെ ഭാവി സ്വപ്നങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ആലോചിക്കുന്നത്? അതായത് നിങ്ങൾ ഫ്യൂച്ചറിനെ പറ്റി ആലോചിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ഒരു തോട്ട്സ് എന്താണ് എന്നത്. ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം എനിക്ക് കൈവരിക്കാൻ സാധിക്കുമെന്ന് പറയുകയാണെങ്കിൽ എ എഴുതുക. എൻ്റെ സ്വപ്നങ്ങൾ ഒരിക്കലും യാഥാർത്ഥ്യമാകില്ല ആണെങ്കിൽ ബി എഴുതുക. ഇതൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇനി നിങ്ങൾക്ക് കിട്ടിയ എകളുടെ 5 ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. എ എഴുതിയത് എത്ര എ ഉണ്ട് എന്ന് നിങ്ങൾ കൂട്ടി എഴുതുക. 5 എ തന്നെ ആയിരിക്കും ഏകദേശം ആൾക്ക് ഉണ്ടാവുക എന്ന് എനിക്കറിയാം. കാരണം
അതാണല്ലോ നിങ്ങൾ ഇത്രയും ദിവസം ഈ ജേണിയിൽ ഞാനിവിടെ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്നത് അല്ലേ? അതുകൊണ്ട് ഡൗട്ടില്ല, എല്ലാവർക്കും അഞ്ച്. ഈ ചോദ്യം ഞാൻ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് തന്നെ പ്രിപ്പയർ ചെയ്തത്. കാരണമെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്ത ഉദ്യമത്തിന് യാതൊരു അർത്ഥം ഉണ്ടാവില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് കേട്ടോ. എല്ലാവർക്കും അഞ്ച് ആണ്. കണ്ട? യെസ്, അഞ്ച് അഞ്ച് ഡെഫിനറ്റ്ലി. എന്നാൽ ഇതിന്റെ വേറൊരു ചോദ്യം ചോദിക്കട്ടെ? ഇതെല്ലാവരും അഞ്ച് എ പറഞ്ഞവൾ അഞ്ച് അഞ്ച് ബി ആക്കി മാറ്റട്ടെ. ഇത് സാധ്യമാണ് കേട്ടോ. യെസ്, 3A 2B. കറക്റ്റ്. ഓക്കെ. സോ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ അനലൈസ് ചെയ്യേണ്ടത്. ഈ എല്ലാ ദിവസവും ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് ഇവിടെ നിന്ന് വൈബ്രേറ്റ് ചെയ്യുന്ന, ഇവിടെ നമ്മൾ സമ്പാദിക്കുന്ന സംവാദങ്ങൾ നിങ്ങൾക്ക് സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ, നേരത്തെ നിഷ പറഞ്ഞതുപോലെ നമുക്കത് സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ആകെത്തുകയായ വൈബ്രേഷൻ മാറുന്നു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നെഗറ്റീവിനെ പോസിറ്റീവിലേക്ക് കൊണ്ടുപോകാൻ എളുപ്പമാണ്, പോസിറ്റീവിനെ നെഗറ്റീവിൽ കൊണ്ടുപോകാൻ വളരെ എളുപ്പമാണ്. അത് ആർക്കാണ്? മറ്റുള്ളവർ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ സംഭവിക്കോ? ഇനി അത് ഉണ്ടാവോ? ഇനി മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പോവോ? സാറേ അവ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയോ? ഇല്ല. യെസ്, ആൻസർ വരട്ടെ, ആൻസർ വരട്ടെ, ആൻസർ വരട്ടെ. ഞാൻ ഇത്രയൊക്കെ ചോദിക്കുള്ളൂ. ഓക്കെ. ഇനി അടുത്ത കാര്യം നമുക്ക് വരുന്നത്, ഇനിയാണ് നമുക്ക് കാര്യങ്ങളിലേക്ക് വിശദീകരിക്കേണ്ടത് അല്ലേ? എന്തുകൊണ്ടാണ് ചിലവർക്ക് പോസിറ്റീവ്നെസ്സും ചിലവർക്ക് നെഗറ്റീവും ആകുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എപ്പോഴും നമുക്ക് ബി പോസിറ്റീവ് എന്ന് പറയാൻ എളുപ്പമാണ്, പോസിറ്റീവായി ജീവിക്കുക എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷേ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെ നമ്മൾ കാണാതെ ഓരോ ആൾക്കും ഉണ്ടാകുന്ന ബയോളജിക്കലായിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, മറ്റ് മാറ്റങ്ങളെ ഉൾക്കൊള്ളാതെ അവർക്ക് പോസിറ്റീവായി നിൽക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കണം. അതിന് നമ്മൾ തന്നെ ബോധപൂർവമായ ചില പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. ആ പ്രവർത്തനങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. എന്തൊക്കെയാണ് പോസിറ്റീവായി ആകാതിരിക്കാനുള്ള കാരണങ്ങളെന്ന് ആദ്യം നോക്കാം. ചിലവർക്ക് എന്തുകൊണ്ട് പോസിറ്റീവ് ആകാൻ പറ്റുന്നില്ല എന്നതിൻ്റെ കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. കാരണം പറയുന്നത് പോലെ ആയിരിക്കില്ല നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ശരീരം നമ്മൾ പറഞ്ഞ പോലെ സാധിക്കണമെന്നില്ല. അപ്പോൾ അവിടെ ആൾക്കാർക്ക് നൈരാശ്യമുണ്ടാകും. ഇപ്പോൾ ഞാനിവിടെ ഇത്രയും ദിവസം ക്ലാസ് എടുത്തിട്ടും സാർ ഇതൊക്കെ പറയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ഒക്കെ എല്ലാ ദിവസവും മുടങ്ങാതെ ക്ലാസ്സിൽ കയറുന്നുണ്ട്, പക്ഷേ എനിക്ക് പോസിറ്റീവ് ആവാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിക്കുന്ന ഒരേ ആൾക്കാരുണ്ട്. ഇപ്പൊ ഇന്നാണ് കുറേ ആൾക്കാർ പറഞ്ഞു മെഡിറ്റേഷൻ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്, പക്ഷെ അവിടെ ഇരിക്കുന്നു എന്നുള്ളൂ, മെഡിറ്റേഷൻ കിട്ടുന്നേയില്ല. എന്ത് ചെയ്യും? സോ ദർ ഈസ് കുറേ പ്രോസസ്സുകൾ ഇതിനെ ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഇതൊന്നും അറിയാതെ നിന്നിട്ട് കാര്യമില്ല. അതെന്തുകൊണ്ട് നിങ്ങൾ അറിയണമെന്ന് വെച്ചാൽ മാറ്റം ഉണ്ടാവേണ്ടത് നിങ്ങൾക്കായതുകൊണ്ട് അത് അടിസ്ഥാനപരമായിട്ട് എങ്ങനെ മാറ്റും എന്നുകൂടി നമ്മൾ അറിയണം. അല്ലെങ്കിൽ മാറ്റം ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തുകൊണ്ടാണ് എനിക്ക് മാറ്റം ഉണ്ടാവാത്തത്, എന്താണ് ഞാൻ മാറ്റം ഉണ്ടാക്കാൻ ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കണം. ഇതൊക്കെയാണ് ഞാൻ ജേണി ടു ഹാപ്പിനെസ്സിൽ പഠിപ്പിക്കുന്നത്. ആ കോഴ്സിൽ വളരെ വിശദമായി പഠിപ്പിക്കുന്നു എങ്ങനെയാണ് ചെയ്തത്. എൻ്റെ പുസ്തകത്തിൽ മനസ്സൊരു വിസ്മയം എന്ന് പറയുന്ന പുസ്തകത്തിൽ കൃത്യമായി ആ കാര്യങ്ങളൊക്കെ പ്രോസസ്സ് ചെയ്തു പോകുന്നു. പക്ഷെ പെട്ടെന്ന് ഒറ്റ വായനയിൽ ചിലപ്പോൾ ഒന്നും പിടികിട്ടിയെന്ന് വരില്ല. കാരണം ഓൾറെഡി നമ്മളിൽ കുറേ ധാരണകൾ കിടക്കുന്നുണ്ട്. വെരി ഗുഡ്. 1A 2B 3A 4B, വെരി ഗുഡ്. എന്നാലും നോട്ട് സജീവന് മാറ്റമുണ്ട്. അപ്പോൾ ഞാൻ ആ പുസ്തകത്തിൽ ഇത് വളരെ ഡീപ്പായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പെട്ടെന്ന് ഒറ്റ വായനയിൽ അങ്ങനെ അതിൽ നിന്ന് മനസ്സിലായി. ഈ ഫീലിങ്സ് വന്നവർ എത്ര പേരുണ്ട്? എൻ്റെ പുസ്തകം വായിച്ചപ്പോൾ ആദ്യത്തെ തവണ വായിച്ചപ്പോൾ ഒന്നും പിടികിട്ടിയില്ല, 2-3 തവണ വായിച്ചപ്പോഴാണ് മനസ്സിലായതെന്ന് പറയുന്നത് എത്ര പേരുണ്ട്? അപ്പോൾ വായിച്ചവർ എത്ര പേരുണ്ട്? അവർ പറയൂ, ജസ്റ്റ് കമൻറ്റ്. ആദ്യത്തെ തവണ വായിച്ചപ്പോൾ ഒന്നും മനസ്സിലായില്ല എന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? യെസ് പറയൂ, നിങ്ങളുടെ പേര് പറയൂ, പെട്ടെന്ന് പറട്ടെ. യെസ്. ബാക്കിയുള്ളവർ വായിച്ചിട്ടേ ഇല്ലെന്ന് എന്താ പറയണേ? പുസ്തകം വായിക്കാത്തവർ, പുസ്തകം വേണ്ടവർ ഇപ്പൊ പറഞ്ഞോളൂ. നാട്ടിൽ വന്നുകൊണ്ട് കൊച്ചി പ്രോഗ്രാമിൽ വരുമ്പോൾ നിങ്ങൾക്ക് പുസ്തകം നേരിട്ട് മുമ്പിൽ തന്നെ കയ്യൊപ്പോട് കൂടി തരാം. അങ്ങനെ വേണമെങ്കിൽ മുൻകൂട്ടി പറഞ്ഞോളൂ. അത്രയും കോപ്പികൾ മാത്രമേ കൊണ്ടുവരുള്ളൂ കൊച്ചിക്ക്. കാരണം വളരെ കുറച്ച് കോപ്പികളെ ഉണ്ടാവുള്ളൂ എന്നുള്ളത്. പുസ്തകം കിട്ടിയില്ലെങ്കിൽ, നിങ്ങൾ അഡ്രസ്സ് അയച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഒന്ന് അഡ്മിനെ വിളിച്ച് പറയണേ. അഡ്രസ്സ് അയച്ച് കിട്ടാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ സീത 3 to 4 തവണ വായിച്ചപ്പോഴാണ് ഒന്ന് മനസ്സിലാവുന്നത്. വെരി ഗുഡ്.
അത്രയും കാര്യങ്ങളാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ജേണി ടു ഹാപ്പിനെസ് ക്ലാസ് കേട്ടോ. ഒറ്റ കേൾവിക്ക് ഒന്നും പോവില്ല. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ കോഴ്സുകളെല്ലാം ഞാൻ അൺലിമിറ്റഡ്, അതായത് ലൈഫ് ടൈം ആക്കി മാറ്റിയത്. ഒരു കോഴ്സിനും 10 ദിവസം 30 ദിവസം 40 ദിവസം വാലിഡിറ്റി ഇല്ലാത്തതിന് പ്രധാന കാരണം ഇതാണ്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കണം. മനസ്സിനെ ഈ നെഗറ്റീവ് മൈൻഡ് സെറ്റിൽ നിന്നും പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് എങ്ങനെ മാറ്റാൻ പറ്റും എന്നാണ് നമ്മൾ ജേണി ടു ഹാപ്പിനെസ് എന്ന കോഴ്സിൽ വിശദമായി പഠിപ്പിക്കുന്നത്. അത് കുറേ ഡീറ്റെയിൽസ് പോകേണ്ടതാണ്, കുറേ നന്നായി പഠിക്കേണ്ടതാണ്. ഇപ്പോൾ കോഴ്സ് വേണമെങ്കിൽ പറയുക, ആരും മറന്നു പോകരുത്. ജേണി ടു ഹാപ്പിനെസ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇപ്പോൾ പറയാം. അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു 5 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകാം. എന്തൊക്കെയാണ് നമ്മളുടെ നെഗറ്റീവ് ആകാൻ കാരണമാവുന്നത് എന്നൊന്ന് പറഞ്ഞു പോകാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഒന്ന്, നമുക്കുണ്ടാകുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളാണ് ഇതിൻ്റെ പ്രധാനം. അതായത് ബൈപോളാർ ഡിസോർഡർ പോലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളെ നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. അത്തരം ബുക്ക് വേണ്ടവർ അഡ്മിന് ബന്ധപ്പെട്ടോളൂ കേട്ടോ. തരും. കൊച്ചിയിൽ വരുന്നവരെ കാണും, പ്രത്യേകം പറയണം, ഞങ്ങൾക്ക് കൊച്ചിയിൽ തന്നാൽ മതിയെങ്കിൽ ഞാൻ വരുമ്പോൾ കൊച്ചി കൊണ്ടുവരാം. അവിടെ നിങ്ങൾ നേരിട്ട് സ്റ്റേജിൽ വന്ന് എൻ്റെ കയ്യിൽ നിന്ന് സൈൻ ചെയ്ത് മേടിച്ചോളുക. ആ ഫോട്ടോ നിങ്ങൾക്ക് എപ്പോഴും ഉപയോഗപ്രദമാക്കാം. ഓക്കെ, നമ്മൾ ബൈപോളാർ ഡിസോർഡർ പോലുള്ള മാനസികമായ വിഷയങ്ങളെ കാണാതെ നമ്മൾ പോസിറ്റീവായിരിക്കാൻ പറ്റും എന്ന് വിശ്വസിക്കരുത്. അതിനൊക്കെ കൃത്യമായി ചികിത്സകൾ ആവശ്യമാണ്. ഡിപ്രഷനിലേക്ക് പോകുന്നവർ, ഉത്കണ്ഠ ഉള്ളവർ, ബൈപോളാർ ഡിസോർഡർ ഉള്ളവർ ശരിക്കും ശ്രദ്ധിക്കണം. അതിന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. അതിന് ചില കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ജീവിത സമ്മർദ്ദങ്ങളാണ് നമ്മളെ നെഗറ്റീവാക്കി മാറ്റുന്നത്. എന്താണ്? ജീവിത സമ്മർദ്ദങ്ങളാണ് നമ്മളെ നെഗറ്റീവാക്കി മാറ്റുന്നത്. എന്തൊക്കെയാണ് ജീവിത സമ്മർദ്ദം? ജോലി സംബന്ധമായ വിഷയമാവാം, പഠന സംബന്ധമായ വിഷയമാകാം, സാമ്പത്തിക പ്രശ്നങ്ങളാവാം, വ്യക്തിപര ബന്ധങ്ങളാവാം. ഇവയൊക്കെ നമ്മുടെ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് കൊണ്ടുപോകും. ക്ലിയർ ആണ്? ഇതെല്ലാവരും അനുഭവിക്കുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞില്ല. ബുക്ക് വേണമെന്നവർ അഡ്മിൻ്റെ നമ്പർ ഇടാം, ഒന്ന് മെസ്സേജ് അയച്ചേക്കണേ. ഇനി എങ്ങനെയാണ് അതായത് പിന്നെ മൂന്നാമത്തെ കാര്യം വെച്ചാൽ നെഗറ്റീവ് ചിന്താഗതികൾ ഉള്ള ആൾക്കാർ, നെഗറ്റീവ് തോട്ട്സ് പ്രോസസ് ഉള്ള ആൾക്കാരുണ്ട്, നെഗറ്റീവ് ചിന്താ രീതികളുണ്ട്. കാരണം അവരുടെ ഒരു ഓൾറെഡി സിസ്റ്റം ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റം നെഗറ്റീവ് മാത്രമാണ്. അതിനെ മാറ്റാൻ അവർ ബോധപൂർവമായ പ്രവർത്തനം ചെയ്യാത്തിടത്തോളം കാലം ഒന്നും സാധ്യമാവില്ല. ഡെഫിനറ്റ്ലി അത് കണക്ട് ചെയ്ത് വരും. അതായത് നമുക്ക് എപ്പോഴും നമുക്കറിയില്ല ഇത് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്തൊരവസ്ഥ വരും. ആ അവസ്ഥയെ നമുക്ക് എപ്പോഴാണോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിന് ഉദാഹരണം പറയാം. ആ ചിന്താഗതികൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കയറിയിരിക്കുകയില്ല. എൻ്റെ ചാനൽ കാണുകയില്ല. കാരണം ഇയാൾ എന്ത് മണ്ടത്തരാണോ ഈ പറയുന്നതായിരിക്കും അവർ ആദ്യം പറയുക. കാരണം ഇവിടെ പറയുന്ന പോസിറ്റീവ് അയാളെ സംബന്ധിച്ച് നെഗറ്റീവാണ് എന്നതാണ് അതിൻ്റെ പ്രധാന വശം. നമ്മളെ സംബന്ധിച്ച് എല്ലാം പോസിറ്റീവായി കഴിയുമ്പോൾ അവർക്കിത് കാണുമ്പോൾ നെഗറ്റീവായിരിക്കും വരിക. ഇതാണ് ഇതിൻ്റെ പ്രധാന കാരണം. അവരുടെ ചിന്ത പാറ്റേൺ അങ്ങനെയാണ്. അതുകൊണ്ട് അവരെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് ഒരാൾ യാദൃച്ഛികമായി, പൊതുവെ ഞാൻ ഈ യാത്രയിൽ പോകുമ്പോൾ എന്നെ ആരും പൊതുവെ തെറി പറയാറില്ല. കാരണം ഞാൻ അങ്ങനെ ഒരാളെയും ഇതാക്കി പറയാറില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഒന്നിനെയും ഞാൻ കുറച്ച് പറയാറില്ല. ഇതും ഞാൻ അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞത്. പക്ഷെ ഇന്നൊരാൾ ഞാൻ കണ്ടു, എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരാൾ കമൻറ്റ് ചെയ്യുന്നത്, സാറിനെ ആരെങ്കിലും തെറി പറഞ്ഞാൽ സാറിന് ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചു. ഞാനൊന്നും കമൻറ്റ് ചെയ്തില്ല, തിരിച്ചൊന്നും പറയാൻ തോന്നില്ല. എന്താ പറയുക, ആരെങ്കിലും പറഞ്ഞാൽ പറഞ്ഞു, എനിക്കിപ്പോൾ എന്താ, ഞാനിങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. ഇനി ആൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു വിഷയമില്ല. ആ കമൻറ്റ് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് ചിരി വന്നു അവിടെ കണ്ടിട്ട്. അതേ കഴിഞ്ഞിട്ട് വേറൊരാൾ എന്നോട് ഫോൺ ചെയ്ത് പറയുകയും ചെയ്തു, സാറിന് ഇന്ന് ഒരാൾ പറയൽ കേട്ടാണല്ലോ, പെറ്റതള്ള വെള്ളം കുടിക്കത്തില്ല. എന്താ പറഞ്ഞാൽ, സാറ് ഈ പറയുന്നേ ഉള്ളൂ, ക്ലാസ് ഇങ്ങനെ പറയുന്നേ ഉള്ളൂ, ഒരു കാര്യമില്ല, ഇതൊന്നും മാറാനുള്ളതൊന്നുമല്ല, നമുക്ക് മാറാനൊന്നും പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. അയാൾക്ക് അങ്ങനെ തോന്നി, അങ്ങനെ തന്നെയാണ്. എന്ത് ചെയ്യാൻ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറണവന് അവനവന് തോന്നണം, മറ്റൊരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഓപ്പണായിട്ട് എന്നോട് പറയാണ്, മാറണമെന്ന് അവനവൻ വിചാരിക്കാത്തിടത്തോളം കാലം നമുക്കൊന്നും ചെയ്യാം. നമ്മൾ ഈ പ്രോസസ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ ഈ പറയുന്നതൊക്കെ എനിക്ക് മാറാനും എന്നെ നന്നാക്കിയെടുക്കാനും തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേൾക്കുന്നവർക്ക് അതിൻ്റെ കൂടെ നന്നാവുന്നുള്ളൂ. വേണ്ടേ, വിഷ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നുമില്ല. എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ. എന്നാലും നിങ്ങൾ ഒരു സമയത്ത് മാറിയേ പറ്റുള്ളൂ. വേറെ ഓപ്ഷൻ ഇല്ല. ഈ ലോകത്ത് വേറെ ഓപ്ഷൻസ് ഇല്ല. അതിന് അങ്ങനത്തെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു വന്നത്, ചില നെഗറ്റീവ് ചിന്താഗതികളുള്ള ആൾക്കാരുണ്ട്, അവരെ അതുപോലെ പോവുള്ളൂ. പിന്നെ
ഏറ്റവും ഇമ്പോർട്ടൻസ് 4-ാമത്തെ പോയിന്റാണ്. കഴിഞ്ഞ കാല അനുഭവങ്ങളാണ് നമ്മളെ നെഗറ്റീവ് ആക്കുന്നത്. കഴിഞ്ഞ കാല അനുഭവങ്ങളാണ് എന്താണ് വേദനാജനകമായ കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങൾ നമ്മൾ പോസിറ്റീവായി ഉണ്ടാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ഇതിൽ നിന്നും പുറത്ത് കടന്ന് ഇപ്പൊ ആദ്യം എന്നെ ഒരു കാര്യം കൂടി പറയാം. പിന്നെ 5-ാമത്തെ കാര്യം വെച്ചാൽ ജീവിതത്തിൽ അനുഭവിച്ച നഷ്ടങ്ങൾ, ജീവിതത്തിൽ ലഭിച്ച നഷ്ടങ്ങൾ, ലഭിച്ച എന്ന് വാക്ക് ഉപയോഗിക്കേണ്ടി വരും അല്ലെ. ജീവിതത്തിൽ ലഭിച്ച നഷ്ടങ്ങൾ, എന്തുകൊണ്ട് ആ വാക്ക് അവിടെ ഉപയോഗിച്ചെന്നറിയോ? അതിൽ നിന്ന് പഠിക്കാൻ ഒരുപാടുണ്ട്. അതുകൊണ്ട് നമുക്ക് കിട്ടിയതാണ് നഷ്ടം, അതിൽ നിന്ന് പഠിക്കണം ഉയർത്തെഴുന്നേക്കാനായിട്ട്. അപ്പോൾ പ്രധാനപ്പെട്ട അത് ചില മരണങ്ങൾ അല്ലെങ്കിൽ ജോലി, ഇതൊക്കെ സമയത്ത് വല്ലാതെ നിൽക്കുന്ന കുറേ നഷ്ടങ്ങളുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കണം. അതിലൂടെ നമുക്ക് നെഗറ്റീവായി പോകും. പിന്നെ വളരെ കൃത്യമായുള്ളൊരു കാര്യം എല്ലാവരും മറന്നു പോകുന്നു. ഞാൻ എൻ്റെ അടുത്ത് ഡയറക്റ്റ് സംസാരിക്കാൻ വരുന്നവരോട് ഞാൻ ആദ്യം ചോദിക്കുക, നിങ്ങൾ അച്ഛൻ എന്ത് ചെയ്യുന്നു, അമ്മ എന്ത് ചെയ്യുന്നു, മുത്തച്ഛൻ എന്ത് ചെയ്യുന്നു, മുതുമുത്തച്ഛൻ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കും. ഇതിന് പറയുന്ന പേരാണ് ജനിതക ഘടകങ്ങൾ എന്ന് പറയുന്നത്. പാരമ്പര്യമായിട്ട് ആ സ്വഭാവമുള്ളവരായിരിക്കും. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. നമ്മുടെ പ്രിൻസിപ്പളിൽ 60-20-20 പറയുന്നത് ഈ ഘടകങ്ങളെ കുറിച്ചാണ്. 20% ജനിതകമായി നെഗറ്റീവ് അപ്രോച്ച് ഉള്ളവരുണ്ടാവാം. അവർക്കത് മാറ്റാൻ സാധിക്കട്ടോ, ഇതെല്ലാം സാധിക്കട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ഇത്തരം കാര്യങ്ങൾ എങ്ങനെ, ഇതിൽ ഏറ്റവും കാര്യമായി ഇതിനൊക്കെ സൊല്യൂഷൻസ് മനസ്സിന്റെ ശക്തിയിലൂടെ ഈ 5 കാര്യങ്ങളെയും നമുക്ക് മറികടക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. എന്താണ്? ജനിതകമായ ഘടകങ്ങളെ നമുക്ക് മനസ്സിനെ പ്രോഗ്രാം ചെയ്യുന്നതിലൂടെ ഞാൻ ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയാൽ, ഞാൻ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ മാറ്റാൻ ഞാൻ തയ്യാറായാൽ സാധ്യമാണ്. എൻ്റെ കഴിഞ്ഞകാല അനുഭവങ്ങളാണ് എന്നെ ഇങ്ങനെയാക്കിയതെന്ന് ഞാൻ മനസ്സിലാക്കിയാൽ കഴിഞ്ഞതിനെ കഴിഞ്ഞു, ലെറ്റ് ഇറ്റ് ഗോ. പ്രാക്ടീസ് ചെയ്യുക, ജേർണി ടു ഹാപ്പിനെസ് പ്രാക്ടീസ് ചെയ്യുക, ലെറ്റ് ഇറ്റ് ഗോ പ്രാക്ടീസ് ചെയ്യുക. മനസ്സിൽ നമുക്ക് കിടന്ന കരടുകളെ നീക്കം ചെയ്യുക, മാലിന്യങ്ങളെ നീക്കം ചെയ്യുക, നമുക്ക് കടകയറാൻ പറ്റും. 3-ാമത്തെ, നെഗറ്റീവ് ചിന്താരീതികളെ നമുക്ക് മെഡിറ്റേഷനും അഫർമേഷനും ഗ്രാറ്റിറ്റ്യൂഡും കൊണ്ട് മാറ്റിമറിക്കാൻ പറ്റും. അത് സാധ്യമാണ് എന്നുള്ളതാണ് നമ്മൾ തന്നെ തെളിയിച്ച കാര്യം അല്ലേ. ഇവിടെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് തെളിയിച്ച കാര്യം. ഇനി ജീവിതത്തിലെ സമ്മർദ്ദങ്ങളെ ലഘൂകരിക്കാൻ എളുപ്പമാണ്. സമ്മർദ്ദങ്ങളില്ലാത്ത ആൾക്കാരാരല്ലേ? എല്ലാവർക്കും ഉണ്ട്. എനിക്കിന്ന് 100 തിരക്കുകളാണ്. പക്ഷെ വൈകിട്ടാകുമ്പോൾ ഇങ്ങനെ പുഞ്ചിരിച്ച് നിൽക്കാൻ പറ്റുന്നത് ആ സമ്മർദ്ദങ്ങളെ നമുക്ക് മറികടക്കാൻ പറ്റുന്നത് കൊണ്ടാണ്. ഇത് സാധ്യമാണ്, പ്രൂവൺ സാമ്പിളാണ്, സാധ്യമാണ് എന്നുള്ളത്. പിന്നെ നമ്മളെന്താ പറഞ്ഞത്, നമുക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ഡിപ്രഷൻ എന്തുകൊണ്ടുണ്ടാവുന്നു, ഉത്കണ്ഠ എന്തുകൊണ്ടുണ്ടാവുന്നു, ബൈപോളാർ ഡിസോർഡർ ഉണ്ടാവാനുള്ള കാരണം എന്താണ്, ഏത് ഹോർമോണിലാണ് ഡിഫറൻസ്, ആ ഹോർമോണിനെ കൂട്ടാൻ എന്താണ് ചെയ്യേണ്ടത്, ആ ഏത് വിറ്റമിൻസിൻ്റെയാണ് നമുക്കുള്ള ഡെഫിഷ്യൻസി എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് സൊല്യൂഷൻസ് ഉണ്ട്. ഇത് പക്ഷേ നിങ്ങളുടെ വിഷയം ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടോ, നിങ്ങളുടെ വിഷയം മറ്റൊരാൾ മനസ്സിലാക്കിയത് കൊണ്ടോ, വൈഫിന്റെ വിഷയം ഭർത്താവ് മനസ്സിലാക്കിയതുകൊണ്ടോ, ഭർത്താവിന്റെ വിഷയം വൈഫ് മനസ്സിലാക്കിയത് കൊണ്ടോ കാര്യമില്ല. അവനവനിലുള്ള മാറ്റം മാത്രമാണ് പ്രധാനം. അവനവനത് തിരിച്ചറിയുന്നത് എന്നാണോ അന്ന് മുതലാണ് മാറ്റം സംഭവിക്കുക. അപ്പോൾ പോസിറ്റീവ് ആവണോ നെഗറ്റീവ് ആവണോ എന്ന് പൂർണ്ണമായി തീരുമാനിക്കേണ്ടത് അവനവൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കി കളയുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് ഇത് സാധ്യമാണ്. നെഗറ്റീവ് ചിന്തകളെ മാറ്റാൻ പറ്റും, പോസിറ്റീവാക്കി നിർത്താൻ പറ്റും. നമുക്ക് എല്ലാം പോസിബിൾ ആണ്. അപ്പോൾ പോസിറ്റീവായി ഇരിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല എന്നല്ല, സാധ്യമാണ്. അതൊന്നും എന്താണ് എൻ്റെ നെഗറ്റിവിറ്റി എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി അല്ലേ. നമ്മൾ മാറാനാണ് തയ്യാറാവുന്നത്. അതുകൊണ്ട് എൻ്റെ നെഗറ്റിവിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് പറ്റും. ഇത് കൃത്യമായി നമ്മൾ ജേർണി ടു ഹാപ്പിനെസ്സിൽ പഠിപ്പിക്കുകയാണ്, പ്രാക്ടീസ് ചെയ്യാൻ. ശരിക്കും പറഞ്ഞാൽ ജേർണി ടു ഹാപ്പിനെസ്സിൻ്റെ ക്ലാസ് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അമണ്ടൻ ക്ലാസ്, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പോൾ എല്ലാവരും ടെസ്റ്റിമോണിയിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം ഇത് പാകപ്പെടുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം നമുക്ക് ഓരോ സെഷൻസ് എടുത്തിട്ട് ഞാൻ ഒരാളെയും വിളിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും, എന്ത് നിങ്ങൾ പഠിച്ചു എന്നത്. വരാനിരിക്കുന്നതേ ഉള്ളൂ. അത്രയും കാര്യങ്ങൾ അതിനകത്ത് പഠിപ്പിക്കാനുണ്ട്. നന്ദിയുള്ളവരായിരിക്കുക എന്ന് പറയുന്നത് 1-ാമത്തെ കാര്യം. മറക്കാതിരിക്കുക. കിട്ടിയതിനെല്ലാത്തിനും നന്ദി പറയുക. നമ്മളെന്നും മെഡിറ്റേറ്റ് ചെയ്യുക, ധ്യാനം എന്ന് പറയുന്നത് മറക്കാതിരിക്കുക. വ്യായാമം, യോഗ തുടങ്ങിയ കാര്യങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കുക. നമ്മൾ അതുപോലെ തന്നെ ജേർണി ടു ഹാപ്പിനെസ് നമ്മൾ
ഹാപ്പിനെസ് മാസ്റ്ററി ഹബ്ബ് നമ്മൾ യോഗ പരിപാടി ഇതും കൂടി ക്ലാസ്സും കൂടി തുടങ്ങിയതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വളരെ കുറച്ച് പേര് മാത്രമേ അതിൽ ജോയിൻ ചെയ്തുള്ളൂ എന്ന് പറയുമ്പോൾ ഞാൻ ആകെ എന്താ പറയുക ഇതികർത്തവ്യ മൂടനായിരുന്നു പോയി. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് നമ്മളുടെ ധ്യാനം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സസൈസ് എന്ന് പറയുന്നത്. പക്ഷെ അതിനാരും ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. 140 150 പേരാണ് നമ്മുടെ മെഡിറ്റേഷൻ ക്ലാസ്സിൽ ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ 10% പോലും ആൾക്കാർ യോഗയിൽ ജോയിൻ ചെയ്തില്ല. ദയവ് ചെയ്ത് നിങ്ങൾ കാശില്ല എന്ന് പറഞ്ഞിരിക്കരുത്. എക്സസൈസ് ചെയ്യാതെ മെഡിറ്റേഷൻ ചെയ്യാതെ നിങ്ങൾക്ക് മനസ്സിനെ പാകപ്പെടുത്താൻ പറ്റുമെന്ന് ഇവിടെ ഇരുന്ന് വൈകിട്ടിരുന്ന് സമയം കളയരുത് എൻ്റെ പ്രിയപ്പെട്ടവരെ. നടക്കില്ല. കാരണം എപ്പോഴാണോ മസിൽസിലേക്ക് കൃത്യമായ രക്ത ഓട്ടം അല്ലെങ്കിൽ കൃത്യമായ ധാതു ലവണങ്ങളുടെ അവൈലബിലിറ്റി നമ്മുടെ കോശങ്ങൾക്ക് ലഭിക്കുന്നത്, അപ്പോൾ മാത്രമേ നിങ്ങളുടെ ചിന്താഗതിയിലുള്ള മാറ്റം ഉണ്ടാവുള്ളൂ. ഉദാഹരണം ഒരുപാടുണ്ട്. നടക്കാൻ പോയി വന്നതിന് ശേഷമുള്ള ചേഞ്ചസ് ഉള്ള വ്യക്തികളുണ്ട്. ഓടാൻ തുടങ്ങിയതിന് ശേഷം ചേഞ്ചസ് ഉള്ള വ്യക്തികളുണ്ട്. ഇതെല്ലാം ഫിസിക്കൽ എക്സസൈസ് കൊണ്ട് മാത്രം സാധ്യമാകുന്നതാണ്, മറക്കരുത്. അതുകൊണ്ട് യോഗ ചെയ്യാൻ താല്പര്യമുള്ളവർ, നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നമ്മളെ പ്ലാറ്റ്ഫോമിൽ യോഗയുണ്ട്. ഇപ്പം തന്നെ അഡ്മിന് ബന്ധപ്പെട്ടാൽ നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. 1-ാം തീയതി തുടങ്ങിയ ഒരു സെഷൻ, പക്ഷെ നിങ്ങൾക്ക് 4 ടൈമാണ് ഇതിന് യോഗയ്ക്ക് വന്നിട്ട് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യുന്നുണ്ട്. മറക്കാതിരിക്കുക. വ്യായാമം ചെയ്ത് ഇനി സമയം സൈലൻ്റ് ആയിരിക്കുന്ന സമയം മറക്കാതിരിക്കുക. സൈലൻ്റ് എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യാതിരിക്കരുത്. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് ഒരിക്കലും മടി കാണിക്കരുത്. പുതിയത് പഠിച്ചുകൊണ്ടേയിരിക്കണം. പ്രകൃതിയുമായിട്ടുള്ള നടത്തം, പ്രകൃതിയുമായ അലൈൻമെൻറ്റ്സ് മറക്കാതിരിക്കുക. ഞാനിത് കുറേ പോയിന്റ്സുകൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ഇതൊക്കെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. പ്രകൃതിയുമായിട്ടുള്ള അലൈൻമെൻറ്റ്സ് ഒന്ന് മറക്കാതിരിക്കണം. ആരോഗ്യകരമായ ഭക്ഷണം ഒരിക്കലും വിടരുത്. കാരണം കുറേ വെട്ടി വിഴുങ്ങി തിന്നുന്നതല്ല ആരോഗ്യകരമായ ഭക്ഷണം എന്ന് വെച്ചാൽ ആവശ്യാനുസരണം, ആവശ്യമുള്ളത് നമ്മളെ കടിക്കാത്തത്, അതായത് അകത്ത് കയറുന്ന നമ്മളെ കടിക്കാത്ത സാധനത്തെ കടിക്കണം എന്നുള്ളത് അല്ലേ, അത് മാത്രമേ കഴിക്കാവൂ എന്നുള്ള ആരോഗ്യകരമായ ഭക്ഷണം. ഇനി അതിനെല്ലാം അപ്പുറത്ത് ഇതുപോലുള്ള പോസിറ്റീവ് മാത്രം സ്പ്രെഡ് ചെയ്യുന്ന, പോസിറ്റീവ് മാത്രം ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള ഗ്രൂപ്പുകളുമായി ഇടപഴകുക. അത് മറക്കരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ പിന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റ്. ഒരാളെ മുഖത്ത് നോക്കി ഞാനിപ്പോൾ പറയുകയാണ്. ഞാൻ എക്സ്പെക്ട് ചെയ്തു പറയാൻ, പക്ഷെ ആ പോയിന്റ് ശരിക്കും പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. പക്ഷെ ആളെ കണ്ടപ്പോൾ എനിക്കത് പറയാൻ തോന്നി. പ്രശ്നങ്ങളെ നേരിടാൻ പഠിക്കുക. വിഷയങ്ങൾ ഉണ്ടാവും ജീവിതത്തിൽ, ഇല്ലെങ്കിൽ ജീവിതത്തിന് ഒരു സുഖമില്ല. അത് വരുമ്പോൾ അതിന് നേരിടാൻ തയ്യാറാവുക. നത്തിങ് ഇന്നലെ എന്താ പറയുക, ഒന്നും ഇവിടെ പെർമനൻ്റ് അല്ല. ഈ സമയം കടന്നു പോകും. എല്ലാത്തിനും ശുഭപ്രതീക്ഷയോടെ നിൽക്കുക. പ്രശ്നങ്ങളെ നേരിടാൻ തയ്യാറായി നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് പോസിറ്റീവ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എല്ലാം പോസിറ്റീവ് ആവട്ടെ എന്നിട്ട് ഞാൻ ജീവിക്കാം എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സമയമില്ല. അപ്പോൾ വീണ്ടും നമ്മൾ പറയും ഈ ജീവിതവും കടന്നു പോകും. അത്രമാത്രമേ അവിടെ സംഭവിക്കുള്ളൂ. അതുകൊണ്ട് അത് പറയരുത്, ചെയ്യരുത്. എപ്പോഴും പോസിറ്റീവായിരിക്കാൻ നമ്മൾ സ്വയം ശ്രമിക്കുക, സ്വയം ചെയ്യുക. എല്ലാവർക്കും അത് സാധ്യമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. വീണ്ടും നമുക്ക് നാളെ കൂടുതൽ കാര്യങ്ങൾ വയ്ക്കാം. ഇവിടേക്ക് മാത്രം നിന്നിട്ട് കാര്യമില്ല. നിങ്ങൾ എല്ലാവരും കോഴ്സിൽ ജോയിൻ ചെയ്യുക, കോഴ്സ് പഠിക്കുക, പേയ്മെൻ്റ് അടയ്ക്കുക. എന്നിട്ട് എൻ്റെ പോസിറ്റീവ്നെസ് നിലനിർത്തുക. അല്ലെങ്കിൽ ഞാനും പോകും തിരിച്ചല്ലേ. ഓക്കെ, താങ്ക് യു ആൾ. സെഷൻസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്തു. ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഓപ്പൺ ചർച്ചയ്ക്ക് വിട്ടു തരുന്നു. സാർ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. എന്റെ പേര് നിഷ. ഞാൻ ഇന്നലെ സാറിന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നതായിട്ട് ജസ്റ്റ് മാനിഫെസ്റ്റ് ചെയ്തു. എനിക്ക് ചെറിയൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. അപ്പൊ ഞാൻ അതിലിപ്പോ ലാസ്റ്റ് വീഡിയോ 2K ആയിട്ട് സാറിന്റെ അടുത്ത് ആ ഹാപ്പിനെസ് പറഞ്ഞത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കണ്ടു, അത് ചിന്തിച്ചു, പിന്നെ അത് വിട്ടു. പക്ഷെ ഇന്ന് ഈ യൂട്യൂബിൽ ഇപ്പൊ 5.5K അബോ വ്യൂസ് വന്നിട്ടുണ്ട്. എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. സാധാരണ എനിക്ക് അങ്ങനെ വരാറില്ല. കാരണം ഞാൻ എന്തൊക്കെ വീഡിയോ ചെയ്തിട്ട് എത്ര തലകുത്തി പറഞ്ഞാലും ഒന്നും ഉണ്ടാവാറില്ല. പക്ഷെ ഇന്ന് എന്താണെന്നറിയില്ല, ഇന്ന് 5.5 അബോ വ്യൂസ് ഇപ്പൊ അതിൽ കാണുന്നുണ്ട്.
വാവ്, ഗ്രേറ്റ്. നിഷ, എന്താണ് നിഷയുടെ ചാനല്? പേര് നിഷാസ് വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണ്. നിഷാസ് വ്ലോഗ്. ഞാനിവിടെ യൂട്യൂബ് നിഷാസ് നിഷ സെഡ് ആണ്, ഏ NISHAZ NISHAZ വ്ളോഗ്. ഷാസ് വ്ലോഗ്. നോക്കാം നമുക്ക്. സബ്സ്ക്രൈബേഴ്സ് കുറവാണ്, പക്ഷെ ഞാൻ നിഷാസ് ജസ്റ്റ് വ്ലോഗ് കാണുന്നില്ലല്ലോ. ഒന്നൊരു സ്പെല്ലിംഗ് പറയോ? N ക്യാപിറ്റൽ ആണ്, NISHAZ സ്പേസ് വ്ളോഗ്. ബ്യൂട്ടി ആണോ? ഒരു ബ്ലൂ ഒരു ബ്ലൂ കളറിലുള്ള ഒരു ഫോട്ടോ ആണ് DP ഇട്ടിരിക്കുന്നത്. ബ്ലൂ ബ്യൂട്ടി ഡ്രസ് ബ്യൂട്ടി ബ്യൂട്ടി പ്രോഡക്റ്റ് ആണോ? അല്ല, ബ്യൂട്ടി പ്രോഡക്റ്റ് അല്ല. ബ്യൂട്ടി ടിപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. എന്താണ് നിങ്ങളുടെ ഒരു കണ്ടന്റ്? എന്താണ്? കുക്കിംഗ് ആണോ? കുക്കിംഗ് അല്ല, ഞാനിപ്പോ ചെയ്യണത് ഹെൽത്ത് ടിപ്സ് ആണ് ഇപ്പൊ ചെയ്യണത്. ഹെൽത്ത് നിഷാസ് ട്രാവല് വ്ലോഗ് ഈസ് അങ്ങനെ. ഗോയിങ് ലൈവ്. ഗോ ഹിയർ. കരിമംഗല്യം മാറി അതല്ലല്ലോ. അല്ല. ഒന്ന് ലിങ്ക് ഇട്ട് ചാറ്റ് ബോക്സിൽ ഇപ്പൊ ഇടാം. നമുക്ക് നോക്കിക്കളയാം. നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ആളല്ലേ എന്തായാലും. അപ്പൊ ഞാൻ ജസ്റ്റ്, എനിക്ക് അങ്ങനെ തോന്നാറില്ല, പക്ഷെ ഇന്നലെ എനിക്ക് തോന്നി, എനിക്ക് ആ കണ്ടന്റിന് 2K വ്യൂ ആവും. ഞാൻ സാറിന്റെ അടുത്ത് അത് ഷെയർ ചെയ്യണതായിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെറുതെ ചിന്തിച്ചതാണ്. പക്ഷെ ഇന്ന് എനിക്കിപ്പോ അത് 5 സംതിങ് K വ്യൂസ് വന്നിട്ടുണ്ട്. അതെങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ല. വാവ്. നോർമലി അല്ല 5.5K വ്യൂസ് എന്ന് പറഞ്ഞാൽ ഹൈ വ്യൂ ആയിട്ടോ. അതാ പറഞ്ഞേ, എന്നെ സംബന്ധിച്ച് അതൊരു വലിയ സംഭവമാണ്. സാധാരണ കേൾക്കുമ്പോൾ ആർക്കും അത്രതൊന്നും തോന്നില്ലായിരിക്കും, പക്ഷെ എനിക്കത് വലിയൊരു കാര്യമാണ്. എനിക്ക് അങ്ങനെ വരാറില്ല ഒരിക്കലും. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി. ഓക്കെ, ഇനി മുതൽ വരട്ടെ. അപ്പൊ നിഷേനെ ഞാൻ കാണിക്കുമെന്ന് വീഡിയോ വെച്ച് കാണിക്കും. എല്ലാവർക്കും നിഷ അറിയട്ടില്ല എന്നാലും ഇവിടെ. ഞാൻ ലിങ്ക് ഇപ്പൊ ഷെയർ ചെയ്യാം കേട്ടോ. വീഡിയോന്റെ ഒരു ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ആ, ഇത് എവിടുന്നാ ഈ സംസാരിക്കുന്നേ? ഞാൻ ബഹ്റിനിലാണ്. ബഹ്റിനിലോ? ഉം. സാധാരണ ഇപ്പൊ നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് സാറിന്റെ റൂം സെക്ഷനിൽ കയറാൻ പറ്റണത്. അല്ലെങ്കിൽ ഡ്യൂട്ടി ടൈമിൽ എനിക്ക് കയറാൻ പറ്റില്ല. അപ്പൊ ഞാൻ യൂട്യൂബിൽ തന്നെ സാറിന്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്നത്. ഞാൻ ലിങ്ക് ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് സർ. ഓ, ബോഡി വിറ്റമിൻ ഡി കുറവുള്ളവരാണോ അല്ലേ? നോർമലി വൈറ്റമിൻ ഡി ഇപ്പൊ എല്ലാവർക്കും കുറവാണല്ലോ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടതാണ്. പക്ഷെ അതിന് നല്ല വ്യൂസ് കിട്ടി. അപ്പൊ ഞാനാണെങ്കിൽ എനിക്കറിയില്ല, ഇന്ന് 100 അല്ല 100+ പോസിറ്റീവ് എനർജിയിലാണ് ഞാൻ ഇരിക്കണത്. സാധാരണ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ ഫുള്ള് ഉറങ്ങാം, ഭയങ്കര ക്ഷീണം എന്നൊക്കെ വിചാരിച്ചിരിക്കണതാ. പക്ഷെ ഇന്ന് ഭയങ്കര എനർജി ഉണ്ടായി. വെൽ ഡൺ, വെൽ ഡൺ, അമേസിങ്. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യരുത് ധന്യ. ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്ത പോലെ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യരുത് കേട്ടോ. അതുകൂടി പറഞ്ഞുതരാം. ആരും ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്യരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ 3 മിനിറ്റ് മിനിമം വാച്ച് ചെയ്തതിന് ശേഷമേ സബ്സ്ക്രൈബ് ചെയ്യാവൂ, അല്ലെങ്കിൽ സ്പാം ആയി പോകും. വെറുതെയോ? അതെ. അത് ആരും മറക്കരുത്. കണ്ട ഉടനെ പോയി സബ്സ്ക്രൈബ് ചെയ്ത് വർക്ക് ചെയ്യില്ല. അങ്ങനെയാണ് നമ്മുടെ ഞാൻ വീഡിയോ. സാറിന്റെ വീഡിയോ ഷെയർ ചെയ്യുമ്പോ എല്ലാവരുടെ അടുത്തും പറയും 3 മിനിറ്റ്സ് എങ്കിലും കണ്ടതിന് ശേഷം മാത്രം സബ്സ്ക്രൈബ് ചെയ്യാൻ പാടുള്ളൂ എന്ന്. അല്ലെങ്കിൽ അത് മൊത്തം സ്പാം ആയിട്ട് പോകും. ഒരു ഉപകാരം ഇല്ലാണ്ടായിട്ട് പോകും. കഴിഞ്ഞ മാസം ഒറ്റ മാസം നമ്മുടെ സ്പാം ആയ സബ്സ്ക്രിപ്ഷൻ മാത്രം 3685. അയ്യോ. അത്രയും വ്യൂസ്, അത്രയും സബ്സ്ക്രൈബർ. ഞങ്ങൾക്ക് ഇന്ന് 4 ദിവസം മുമ്പ് അവര് 26,780 ഉണ്ടായത് പിറ്റേ ദിവസം 26,100 ആക്കി കുറച്ചു ഒറ്റയടിക്ക്. അതാരും ഇങ്ങനെ ഡയറക്റ്റ് കയറി സബ്സ്ക്രൈബ് ചെയ്യാണ്, ആരും വീഡിയോ കാണുന്നില്ല. അതാണ് വിഷയം വരുന്നത്. സമയം എടുക്കില്ല. എനിവേ, താങ്ക് യു നിഷ. ഇറ്റ്സ് വെരി ഗ്ലാഡ് ടു സീ യു. ബിക്കോസ് യൂട്യൂബിന്റെ ഗ്രോത്തിനെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയുന്ന ഒരാളാണ്. കാരണം വെച്ചാൽ അത്ര ഈസി അല്ല യൂട്യൂബില് സബ്സ്ക്രിപ്ഷനും പക്ഷെ ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യാനുള്ള എനർജി എനിക്ക് സാറിന്റെ വീഡിയോ കണ്ടതിന് ശേഷമാണ്. ഞാൻ ഒരു 4 ഇയർ മുന്നേ എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട്. പക്ഷെ
ഞാൻ ബഹ്റിനിൽ വന്നിട്ട് കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ എന്റെ ഡ്യൂട്ടിക്ക് പോയി കഴിയുമ്പോൾ എനിക്കൊന്നും പറ്റില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല, എനിക്ക് ക്ഷീണാണ്, അങ്ങനെ ഞാൻ വിചാരിച്ചിട്ട് ഞാൻ ഒന്നും ചെയ്യാറില്ല. ഡ്യൂട്ടി, വീട്ടിൽ വരാം, പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അങ്ങനെ അതായിരുന്നു എന്റെ റുട്ടീൻ വർക്കായിട്ട് ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ എനിക്ക് അതിന്റെ ഇടയിൽ ഒരു എന്താ പറയാ വീഡിയോ ചെയ്യാനുള്ള ഒരു എനർജി ഉണ്ട്. എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ദേഷ്യം പിടിക്കുന്നത് ഞാൻ ഒരുപാട് കുറഞ്ഞു. അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യമൊക്കെ വരുമായിരുന്നു. പക്ഷെ അതൊക്കെ വല്ലാണ്ട് മാറിയിട്ടുണ്ട്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമ്മൾ ഇവിടെ താമസിയാതെ തന്നെ ഈ ഇത്തരം കാര്യങ്ങൾക്കുള്ള ഒരു സെഷൻസ് ക്ലാസ് കൂടി തുടങ്ങുന്നുണ്ട്. നിങ്ങൾ ഈ ബ്ലോഗേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനും അല്ലെങ്കിൽ ഈ നമ്മുടെ കോച്ചുകളെ ഹെൽപ്പ് ചെയ്യാനുമുള്ള കോച്ച് ദ കോച്ച് അല്ലെങ്കിൽ മെൻറ്റർ ദ മെൻറ്റർ എന്ന് പറയുന്ന പോലുള്ള ഒരു പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് മെയിൻലി ഉദ്ദേശിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇൻട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇത് നമ്മളെപ്പോലെ ക്ലാസ്സുകൾ നടത്താൻ ആഗ്രഹിക്കുന്ന ഇതെന്താ പറയുക കോച്ചിങ് ഇൻഡസ്ട്രിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരെ, വെൽനെസ് ഇൻഡസ്ട്രിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരെ സെപ്പറേറ്റ് ആയിട്ട് കോച്ച് ചെയ്യുന്ന ഒരു പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് കുറച്ച് വളരെ വിശദമായിട്ട് തന്നെ ഇത്തരം ഈ കുറേ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ അറിയാതെ നമ്മൾ ചെയ്യുന്നത്, അതിനെ പറ്റി നന്നായിട്ടൊരു ക്ലാസ് സംഘടിപ്പിക്കാനുള്ള പരിപാടിയാണ്. നെക്സ്റ്റ് മന്ത് അല്ലെങ്കിൽ ഡിസംബർ ജനുവരി ആകുമ്പോൾ തുടങ്ങാമെന്ന് കരുതിയിരിക്കുകയാണ്. കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കാരണം ഞാനിത് ഈ ജേർണിയിൽ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എനിവേ താങ്ക് യു. എനിക്കാണെങ്കിൽ ഒരുപാട് ടെൻഷനും കാര്യങ്ങളും ഉള്ള ആളായിരുന്നു. പക്ഷെ ഇപ്പോൾ ടെൻഷനും ആ കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. പക്ഷെ എങ്കിലും ഞാൻ ഫുള്ള് പോസിറ്റീവായിട്ട് ഇരിക്കും. ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കണേ ഇല്ല. അത് അതിന്റെ വഴിക്ക് നടക്കും. ഞാൻ എന്തായാലും സാറിന്റെ ക്ലാസ്സിൽ ഭയങ്കര ജോയിൻ ചെയ്ത് ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ക്ലാസ്സിൽ വേറെ ഏതെങ്കിലും ക്ലാസ്സിൽ ചേർന്നോ നമ്മുടെ? ഓക്കെ. ക്ലാസ്സിൽ എനിക്ക് ചേർന്നിട്ടില്ല. ഞാൻ ക്ലാസ്സിൽ ചേരണം. ഓക്കെ, പെട്ടെന്ന് ചേർന്നോളൂ കേട്ടോ. ശരി. ഓക്കെ, ഇനി ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും താങ്ക് യു. പറയാനുണ്ടോ? ഞാൻ മെസ്സേജ് ഇട്ടിരുന്നു കേട്ടോ. അതിനൊന്നും മറുപടി പറയാനില്ല സജീവേ, വന്നിട്ടൊന്നും ഉണ്ടായിരുന്നു. എവിടെയെങ്കിലും പറയാനുള്ള മറുപടി ഇല്ലാത്തതിന് എന്ത് പറയാനാ? ഞാൻ ഒന്നുമില്ല. സോ ലെറ്റ് ഇറ്റ് ബി ആസ് ഇറ്റ് ഈസ്. അതുപോലെ ഇരിക്കട്ടെ, മറുപടി ഇല്ല അതിന്. ഓക്കെ, നിങ്ങളെല്ലാവരും ക്യാമറയുടെ പിറകിലും മുന്നിലും ഒക്കെ ആണോ? ക്യാമറ എല്ലാവരും കാണുന്നുണ്ട്. പിന്നെ പ്രധാനമായി പറയാനുള്ളത്, കൊച്ചി പ്രോഗ്രാം നിങ്ങൾ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് പേരും അഡ്രസ്സും തരണം. കാരണം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഞാൻ ഇവിടുന്നാണ് കൊണ്ടുവരുന്നത്. അവിടെ പങ്കെടുക്കുന്ന ആൾക്ക് സർട്ടിഫിക്കറ്റ് ഞാൻ ഇവിടുന്നാണ് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ID കാർഡ് ഇവിടുന്നാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആൾക്കാരുടെ പേരുകൾ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യണം. അതുപോലെ തന്നെ ഹോട്ടൽ കൺഫേം ആക്കണമെങ്കിൽ ലിസ്റ്റ് കിട്ടണം. 3 കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. 5-ാം തീയതി, എനിക്ക് തോന്നുന്നു പലരും പറഞ്ഞു എന്നോട് 5-ാം തീയതി ആകുമ്പോഴേക്കെ ശമ്പളം വരുള്ളൂ, അത് കഴിഞ്ഞിട്ടൊക്കെ അയക്കാൻ പറ്റുള്ളൂ, പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മറക്കരുത് ആ കാര്യങ്ങളാരും. ഈ ഒരു ഇവൻറ്റ് നിങ്ങളെ സംബന്ധിച്ച് ഉറപ്പുണ്ട് അതൊരു വലിയ ചേഞ്ചിങ് ആയിരിക്കും, ലൈഫ് ടേണിംഗ് പോയിന്റ് ആയിരിക്കും, യാതൊരു തർക്കവുമില്ല. പല മേഖലയിലും ഉയരാനായി ആഗ്രഹിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇതൊരു വലിയൊരു ചേഞ്ചസ് ആയിരിക്കും എന്ന് ഉറപ്പാണ്. കാരണം സാധാരണ നിങ്ങൾ ഇത്ര മണിക്കൂർ നിന്ന് കോച്ച് ചെയ്ത് കുറേ തിയറി പഠിപ്പിച്ച് ഇതാ പിടിച്ചോ പോകുന്നു എന്ന് പറയുന്ന ഒരു രീതിയേ അല്ല ഈ ഒരു ക്ലാസ് നടക്കുന്നത് എന്ന് എല്ലാവരും മനസ്സിലാക്കുക. അതുകൊണ്ട് മാക്സിമം കുറേ ആൾക്കാരെ വിളിച്ച് മകനെ പറഞ്ഞു, ഇവിടെയുള്ള ഗൾഫിലുള്ള ആൾക്കാരൊക്കെ വിളിച്ച് മകനെ പറഞ്ഞു വിടുന്നുണ്ട്, ഭർത്താവിനെ പറഞ്ഞു വിടുന്നുണ്ട്, അവർ വന്ന് അറ്റൻഡ് ചെയ്യട്ടെ, എനിക്ക് പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. വളരെ സന്തോഷമാണ്, അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷമാണ്. എല്ലാം പോസിറ്റീവ് ആയിട്ടാണ് എല്ലാവരും പെരുമാറുന്നത്. ഇപ്പോൾ യൂട്യൂബിൻ്റെ താഴെയൊക്കെ നല്ല കമൻറ്റാണ് വരുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവരും രജിസ്റ്റർ ചെയ്യണം, പറ്റുന്ന രീതിയിൽ എത്താൻ നോക്കണം. ഞായറാഴ്ച ലീവുണ്ട്, വെള്ളി ശനി ഞായർ 3 ദിവസം ലീവാണ്. ഏകാദശി വിജയദശമിയൊക്കെ ആയിട്ട് സ്കൂളൊക്കെ അവധിയാണ്. ആകെ ഒരു പൂജ വെപ്പ് ഉള്ളവർക്ക് മാത്രമേ ഒരു ചെറിയൊരു ഇതുണ്ടാവുള്ളൂ. അതുകൊണ്ട് രാവിലെ തന്നെ എത്താൻ നോക്കുക. ട്രെയിൻ ടിക്കറ്റ് എടുക്കേണ്ടവർ ഇപ്പോഴേ എടുത്തോളുക. ബാക്കി കോർഡിനേഷൻ ടീം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മെസ്സേജ് അയക്കും. ഞാൻ പൊതുവേ ഗ്രൂപ്പിലൊന്നും വന്ന് പറയാതിരിക്കുന്നത് വെച്ചാൽ ഇതൊരു പരസ്യമാക്കിയിട്ട് മാറ്റിയിട്ട് ആൾക്കാരെ കൊണ്ടുവരണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ഒരു അഡ്വർടൈസ്മെൻ്റ് ഒന്നും ഇറക്കാതിരുന്നത്. കാരണം ഇവിടെ നിങ്ങൾ എന്നെ അറിഞ്ഞിട്ട് നമ്മൾ സംസാരിക്കുന്ന ഈ സ്വതസിദ്ധമായ ശൈലിയിൽ തന്നെ നിങ്ങൾ വരണം. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇപ്പോൾ കുറേ ഗിമിക്ക് പരസ്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ആളെ കൂട്ടും, ഇപ്പോഴല്ല, ഇപ്പോൾ ഈ ഒരു വേദി അതിനുള്ളതല്ല. ഈ ഒരു വേദി
നിങ്ങളുമായി നേരിട്ട് സംവദിക്കാനുള്ളതാണ്. ഇവിടെ ഹൃദയങ്ങൾ തമ്മിലാണ് സംവദിക്കുക. വാക്കുകൾക്കപ്പുറത്ത് നമ്മുടെ എന്താ പറയുക, ക്ലാസ്സുകൾക്കപ്പുറത്ത് ഹൃദയങ്ങളുമാണ് സംവദിക്കുക. അതുകൊണ്ട് മാക്സിമം ബോംബെയിൽ നിന്നായാലും മറ്റ് കോയമ്പത്തൂരിൽ നിന്നായാലും മദ്രാസിൽ നിന്നായാലും ഉള്ളവരെല്ലാവരും വരണം. എന്നിട്ട് ഈ പരിപാടി ഗംഭീരമാക്കണം. ഇത് നമ്മളെ സംബന്ധിച്ച് തുടക്കമാണ് ഈ കമ്മ്യൂണിറ്റി എന്ന് ഓർമ്മ വേണം. അപ്പോൾ ഇപ്പോൾ പേര് കൊടുക്കാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ പേര് കൊടുക്കുക എന്നുള്ളതാണ് അറിയിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ വേറെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് നേരെ ക്ലാസ്സിൽ പോകാം. ഇനി മുതൽ ക്ലാസ്സുകൾ കുറച്ച് ഷോർട്ടാക്കുകയാണ്, കാരണം പലരും ഉറക്കത്തെ ബാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്വിക്കായി ടക്കാന്നും പറഞ്ഞുകൊണ്ട് പരിപാടി പോവും. ഓക്കെ, ഇനി ആരും അൺമ്യൂട്ട് ചെയ്യരുത്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം കേട്ടോ. എവരിബഡി ഒരു കാര്യം കൂടി. ആ പറഞ്ഞു. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. കുറച്ച് സൗണ്ട് കൂട്ടി പറയൂ തസ്നി. കേൾക്കാവോ? ഇല്ല, തീരെ ഇല്ല. കേൾക്കുന്നില്ലേ? കേൾക്കാവോ? പിന്നെ ഇപ്പൊ വന്നതാണ് എൻ്റെ ഒരു കസ്റ്റമർ. അപ്പൊ നാളെ ഹെയർ തെറാപ്പി ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പം സാറിന്റെ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. ഐഡിൻ തെറാപ്പി RCCയിൽ പോകാനാണ്. തൈറോയ്ഡ് ക്യാൻസർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോഴും നെഗറ്റീവ് ആയിരിക്കണം. ആരാത്? നമ്മുടെ ഒരു കസ്റ്റമർ ആണ്. വരുന്നു വരുന്നു വരുന്നു. ഓക്കെ ഓക്കെ സാർ, എക്സ്ക്യൂസ് മീ Yeah. സാർ, എന്തെങ്കിലും ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ള സാറിന് മെസ്സേജ് അയച്ചാൽ മതി. എന്താണ് വോയിസ് മെസ്സേജ് എന്താ കിട്ടാൻ, എന്താ ഞാൻ ചെയ്യേണ്ടത്? ഒറ്റ മറുപടിയേ ഉള്ളൂ അതിനകത്ത് സജീവേ. ലെറ്റ് ഇറ്റ് ആസ് ഇറ്റ് ഈസ്. എന്താ പറയുക, അങ്ങനെ അങ്ങ് പോട്ടെ, വേറെ മാർഗമൊന്നുമില്ല അതിന്. അത് കൂട്ടിയാ കൂടാത്തതിന് നമ്മൾ ഏച്ചു കൂട്ടിയത് മുഴച്ചു നിൽക്കും, അത് നിൽക്കില്ല. ഞാൻ പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത് കേട്ടോ, ഒന്നും തോന്നരുത്. നിങ്ങൾ ഇഷ്ടമല്ലെന്നറിയാം, പക്ഷെ അങ്ങനെ ജീവിതം അങ്ങനെയൊന്നും ഇങ്ങനെ പിടിച്ചു കൂട്ടി വെക്കേണ്ടതല്ലെന്നേ. അതിനകത്ത് ശ്രദ്ധിച്ചേ പറ്റൂ. ഒരു കുഴപ്പമില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കുഴപ്പം സംഭവിക്കില്ല. നിങ്ങൾക്ക് ഗുണമേ ഉള്ളൂ, നിങ്ങൾക്കത് ഗുണമേ ചെയ്യുള്ളൂ. എനിക്ക് ആദ്യം തന്നെ നിങ്ങൾ തോന്നിയ കാര്യം ഞാൻ പറയുന്നതുകൊണ്ട് തോന്നരുത്. പിന്നെ വരുമ്പോ നോക്കട്ടെ, വരുമ്പോ നോക്കാം. അപ്പൊ ഓക്കെ, ശരി. സോ എവരിബഡി റെഡി നൗ? സാറ് ഇപ്പൊ പോസിറ്റീവ് ആക്കാൻ പറഞ്ഞില്ലേ, ഞാനന്ന് സാറോട് പറഞ്ഞു എന്ന് എന്റെ ഓർമ്മ. ഞാന് കുളത്തില് ഒരുപാട് പേരെ നീന്തൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോ ആൾക്കാരിങ്ങനെ എന്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് കമന്റ് ഇട്ടു, നിങ്ങൾ എന്ത് വിചാരിച്ചിട്ടാണ് ഇത്രയും താഴ്ചയുള്ള കുളത്തില് നീന്തൽ പഠിപ്പിക്കുന്നത്, നിങ്ങൾക്ക് എന്താ ലൈസൻസ് ഉണ്ടോന്ന്. അപ്പൊ അതൊരു നെഗറ്റീവാ. ഞാൻ അതിനെ പോസിറ്റീവിലേക്ക് മാറ്റിയിട്ട് ഞാൻ ബാംഗ്ലൂർ പോയി ട്രെയിനിങ് എടുത്തു. അപ്പൊ അത് ഒരു പോസിറ്റീവ് ആയല്ലോ. അപ്പം അതിൽ അവരുടെ ഒരു നെഗറ്റീവ് കമന്റ് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിപ്പോ ഒരു വലിയൊരു അക്കാദമി, സ്വിമ്മിങ് അക്കാദമി വീട്ടിലുണ്ടാക്കാനും അതിൽ ട്രെയിനിങ് കൊടുക്കാനും കാരണം. പിന്നെ സാറിനോട് നാളെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആള് കുറവാണ് ഇപ്പൊ എന്നൊക്കെ. പക്ഷെ ഞാൻ അഫർമേഷൻ ചെയ്തതിനു ശേഷം ഇപ്പൊ എനിക്ക് ഒരുപാട് സ്റ്റുഡൻസുകളുണ്ട്. അതാ ഞാൻ രാവിലെ നേരത്തെ പോകുന്നത് വിട്ടിട്ട്. എനിക്ക് 6:15, 6:30 ആകുമ്പോഴത്തേക്ക് സ്റ്റുഡൻസുകൾ എത്തും സ്കൂളിലും. നല്ലപോലെ വന്നതിന് ശേഷം സന്തോഷം. ಅಮ್ಮ ಅಲ್ಲಿ ಏನು ಕಷ್ಟ ಸರ್? സോറി, ഒരു മിനിറ്റ് സ്നേഹപ്രഭ, അൺമ്യൂട്ട്. ഓക്കെ, പറഞ്ഞു. സാറേ, ഒരുപാട് സന്തോഷം. അഫർമേഷനിന് എനിക്ക് നല്ലതായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഫുള്ള് കൺഫേം ആയിട്ട് എനിക്ക് നല്ലൊരു എന്താ പറയാ കാര്യങ്ങൾ കിട്ടിയതിന് ശേഷം ഞാനൊരു എമൗണ്ട് വിചാരിച്ചിട്ടുണ്ട് എനിക്ക് ഒരു മാസം കിട്ടണ്ടേ. അപ്പൊ അതിന് ശേഷം സാറോട് ഇതിൽ മിണ്ടാച്ചിട്ടാണ്. പക്ഷെ ഇപ്പം തന്നെ എനിക്ക് നല്ല വരുമാനമുണ്ട്. ഒരാള് നമ്മൾ 2000 രൂപയാണ് ഒരു ഫീസ് വാങ്ങിക്കുന്നത്. അപ്പൊ ആളുകൾ വരുന്നതിനനുസരിച്ച് നമുക്ക് അത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അഫർമേഷൻ നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഫലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം മുന്നേ കുറച്ചുകൂടി ചെയ്യുന്നോണ്ട് കൂടി കൂടുതൽ. കൊച്ചിയിൽ എനിക്ക് അന്ന് കോമ്പറ്റീഷനാ സാറേ, സ്വിമ്മിങ് കോമ്പറ്റീഷൻ ആണ് തൃശ്ശൂർ വെച്ചിട്ട് 12-13. പ്രോഗ്രാം നിങ്ങൾ അന്ന് വരുന്ന ചെറിയൊരു പരിപാടി ഞാൻ പ്ലാൻ ചെയ്തിരുന്നു അന്ന്. പക്ഷെ ഇത് കൊല്ലത്തിൽ ഒരു പ്രാവശ്യം മാത്രം ഉണ്ടതാ. കേരള അക്വാട്ടിക് അസോസിയേഷന്റെ കോമ്പറ്റീഷൻ ആണ് അത്, സ്വിമ്മിങ്ങിന്റെ. അതുകൊണ്ടാ ശരി. ഞാൻ സാറിന് മീറ്റിംഗ് അടുത്ത ലെവൽ വെച്ചാലും വരും. അടുത്തതിന് വരും ഞാൻ എന്തായാലും. സാറിനൊക്കെ എന്തായാലും നേരിട്ട് കാണണം. അടുത്ത കോഴിക്കോട് വരും ഉറപ്പായിട്ടും വരും. അഫർമേഷൻ ഒക്കെ എന്തായാലും എല്ലാവർക്കും ഫലിക്കല്ലോ. അപ്പൊ ഞങ്ങള് കോഴിക്കോട്ടേക്കും കൊണ്ടുവരും സാറിന്.
ഓക്കെ സാറേ, താങ്ക് യു. താങ്ക് യു, താങ്ക് യു. സുധാകുമാരി എന്താ പറയാമെന്ന് പറഞ്ഞോളൂ. സുധാകുമാരി എന്താ പറയാമെന്ന് പെട്ടെന്ന് പറഞ്ഞോളൂ. എന്നെ ഒറ്റയ്ക്ക് ദേവു, എന്നെ ഒറ്റയ്ക്ക് പിള്ളേർ വിടില്ല സാർ. പിള്ളേരും കൂട്ടിക്കോളൂ ദേവു, എന്തിരിക്കുന്നു, അവരും കൂട്ടി വരൂ, ഒറ്റയ്ക്ക് വിടില്ലെങ്കിൽ. സാറേ ഉം. അവര് വരില്ല സാർ. അവര് വരൂല്ല, പിള്ളേര് നിങ്ങൾ ഒരു വിളിക്കില്ല. ഒരു മോളും ഒരു മകനുമാണ്. അവർക്ക് ജോലിയുണ്ട്, അവർക്ക് വരില്ല. അവര് വരില്ല. സാറേ നാളെ പിന്നെ വൈകുന്നേരം ആവൂലേ, വൈകുന്നേരം എനിക്ക് ഒറ്റയ്ക്ക് വന്നാൽ പോരാനും പറ്റില്ല അവിടുന്ന്. അതാണ്. സാറേ നാളെ മുതൽ മെഡിറ്റേഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം. നാളെ മുതൽ മെഡിറ്റേഷൻ ക്ലാസ് ജോയിൻ ചെയ്തോളൂ. സാർ ഒന്ന് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ പറയണേ. സുധാകുമാരി, ഓക്കെ ഓക്കെ ഓക്കെ. ആഡ് ചെയ്തിട്ടില്ല? ഇല്ല, ആഡ് ചെയ്തില്ല. ഓക്കെ, ഞാൻ പറയാം. ഒന്ന് അഡ്മിൻസ് ഒന്ന് സുധാകുമാരി ഒന്ന് ആഡ് ചെയ്തോളെ. എനിക്ക് ഇപ്പൊ കൊച്ചി പ്രോഗ്രാമിന് വരാനുള്ള സാമ്പത്തികം ഇതുവരെ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് എനിക്ക് 1.5 വർഷം മുമ്പ് എനിക്ക് തരാനുള്ള പൈസ 1000 രൂപ അവരെനിക്ക് ഇന്ന് ഇട്ടു തന്നു. എന്നെ വിളിച്ച് ഇങ്ങോട്ട് ഇട്ടു തന്നു. അത് കാരണം അതിനകത്ത് വരാൻ ഇനിയും പൈസ റെഡി ആവും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ഓ വാവ് 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 വാവ്. അപ്പൊ കൺഫേം താങ്ക് യു സർ. വരും, കാശ് വരും, സ്വാഭാവികം വരും. തീർച്ചയായിട്ടും. താങ്ക് യു. സർ, യെസ് ഹലോ. യെസ്, പറയൂ. നാളത്തെ മെഡിറ്റേഷനിൽ ഒന്ന് ജോയിൻ ചെയ്യണമായിരുന്നു സർ. നാളത്തെ മെഡിറ്റേഷൻ ജോയിൻ ചെയ്യണോ? ഒന്ന് അഡ്മിനെ വിളിച്ചോളൂ. ഹലോ, അഡ്മിനെ വിളിക്കാനാ? ദിശ. ഓക്കെ. ഓൾറെഡി ഉണ്ടോ? നിങ്ങൾ ഓൾറെഡി ഏതെങ്കിലും ക്ലാസ്സിലുണ്ടോ? നമ്മുടെ അതിന് ഇത് ഇപ്പൊ ലോ ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ഓഫ് അട്രാക്ഷന് നമ്മൾ ഇത് മെഡിറ്റേഷൻ കൂടെ ഇല്ല, സെപ്പറേറ്റ് എടുക്കേണ്ടി വരും. ഇല്ല. സെപ്പറേറ്റ് എടുക്കേണ്ടി വരും. അപ്പൊ അത് ജോയിൻ ചെയ്യാൻ വേണ്ടിട്ട് അവരെ നമ്പർ ആണോ സാർ ഇട്ടിട്ട്? ഓക്കെ, അത് നോക്കാം. നമ്പറിൽ അഡ്മിന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പേയ്മെന്റ് അടച്ചാൽ മതി. പേയ്മെന്റ് അടച്ചാൽ നാളെ തന്നെ ജോയിൻ ചെയ്യും. മറ്റന്നാൾ സൺഡേ ക്ലാസ് സ്പെഷ്യലാണ്. സൺഡേ ഒരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് മെഡിറ്റേഷന്റെ. സാർ, ഇപ്പൊ ബോംബെയിലാണുള്ളത്, അതുകൊണ്ട് നമ്മുടെ പ്രോഗ്രാമിന് പങ്കെടുക്കാൻ പറ്റില്ല കേട്ടോ. ബോംബെ നല്ല ട്രെയിൻ ഉണ്ട്, ഇഷ്ടംപോലെ ട്രെയിൻ ഉണ്ട് നാട്ടിലേക്ക്. ഉണ്ട്, ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ നാട്ടിൽ പോയിട്ടേ. പ്രോഗ്രാമിന് തീർച്ചയായിട്ടും നിങ്ങൾ പ്രോഗ്രാം ബോംബെയിലെല്ലാം എല്ലാവരും കൂട്ടിയിട്ട് പ്രോഗ്രാം വെക്കും, ഞാൻ വരാം. എനിക്ക് എവിടെ വരുന്നതിന് കുഴപ്പമില്ല. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാം. താങ്ക് യു. വിജിൽ പറഞ്ഞോ. താങ്ക് യു സാർ. സാറേ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് വെച്ചാൽ നമുക്ക് ഈ ലോ ഓഫ് അട്രാക്ഷൻ വെച്ചിട്ട് നമ്മളെ അസുഖങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റും പൂർണ്ണമായിട്ടും. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു കേസിൽ കിടക്കുന്ന ഒരു പൈസ അത് വിധിയായി കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം പുള്ളിക്ക് അറിയില്ല. അപ്പോൾ അതൊന്ന് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇന്ന് ക്ലാസ് കയറിനോ എന്നറിയില്ല, ഞാൻ ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. സതീഷ് എന്നാ പേര്. സതീഷ് ഇവിടെ അമ്മോ ഒന്ന് ചോദിച്ചോ, ഞാൻ കണ്ടില്ല. ഞാനിപ്പോ വരുന്ന വഴിക്ക് ഫോണിൽ കേട്ടുകൊണ്ട് വരുമായിരുന്നു. ഞാൻ ഒരു ഇതിൽ പോയിരുന്നു, പൂജയും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ അതിൽ പങ്കെടുത്തിട്ട് വരുമായിരുന്നു. കഴിയുന്നതും പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ എനിക്ക് വാട്സപ്പ് ഒന്നും എടുക്കാൻ സമയം ഉണ്ടാവില്ല ഓഫീസ് ടൈമിനകത്ത്. നിങ്ങളുടെ അഡ്മിനെ ബന്ധപ്പെട്ടിട്ട് അപ്പോയിൻമെന്റ് വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. അല്ലാതെ ഞാൻ ഓരോ തിരക്കിനകത്ത് പെടുമ്പോൾ നിങ്ങളുടെ മെസ്സേജുകളൊന്നും കാണാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ അയച്ചു എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് വരും, എനിക്ക് കാണാനും പറ്റില്ല. അതുകൊണ്ട് ഒരു 1 മണിക്കൂർ നിങ്ങൾ പേഴ്സണൽ അപ്പോയിൻമെന്റ് തന്നെ അഡ്മിനോട് പറഞ്ഞിട്ട് വാങ്ങിക്കുന്നതാണ് ഏറ്റവും ഉചിതം. പിന്നെ വിജിൽ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാം. അല്ല, വിജിൽ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഞാൻ കവിതയാ. ഒരു മിനിറ്റ് കവിത, ഒറ്റ മിനിറ്റ് കവിത. വിജിൽ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ലോ ഓഫ് അട്രാക്ഷൻ കൊണ്ട് എന്തും സാധ്യമാകും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു നിങ്ങൾ അതായിത്തീരും. അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ആരോഗ്യ വിഷയമായാലും സാമ്പത്തിക വിഷയമായ എന്ത് കാര്യത്തിനും പരിഹാരം ലോ ഓഫ് അട്രാക്ഷൻ ഉണ്ട്. പക്ഷേ ബിക്കോസ് ലോ ഓഫ് അട്രാക്ഷൻ ഫണ്ടമെന്റൽ നിയമം വളരെ സിമ്പിളാണ്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ നിങ്ങൾ അതായിത്തീരും. അപ്പോൾ എല്ലാം സാധ്യമാണ് അവിടെ. ഓക്കെ. അതിലൊരു കാര്യമുണ്ട്. ഞാൻ ഇന്നൊരു ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, പ്രാർത്ഥന കഴിഞ്ഞ സമയത്ത് എന്റെ മുന്നിൽ ഒരു പച്ചത്തുളം വന്നു. അപ്പൊ അത് പണം വരവിന്റെ ഒരു ലക്ഷണം എന്നൊക്കെ പണ്ടിലോട്ട് പറയാറുണ്ട്. പക്ഷെ അതുപോലെ ഞാൻ ആ സ്ഥലത്ത് പ്രാർത്ഥനയും കഴിഞ്ഞ് വീട്ടിലെത്തിയ സമയത്ത് വീട്ടിലും 2 കണ്ടു. അപ്പൊ അതിന്റെ അർത്ഥം എന്തെങ്കിലും ഉണ്ടോ? പ്രകൃതി നമ്മളോട് എന്തെങ്കിലും പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ?
പ്രകൃതി എല്ലാം ഓരോ സന്ദേശങ്ങൾ രൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുമല്ലോ. ഓക്കെ. അതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം. അത് അല്ല, 2 കണ്ടിരുന്നു. ടോട്ടൽ 3 കണ്ടു ഞാൻ. പ്രകൃതി ഓരോ എന്താ പറയാ, ഒരു മണിക്കൂറിനുള്ളിൽ. പ്രകൃതി ചില കാണിച്ചു തരും. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് മാത്രമേ സാധ്യമാകൂ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. കവിത, സാറേ ഞാൻ എന്തെങ്കിലും ചെയ്യണോ? എനിക്കറിയില്ല. ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാൽ ഞാനിപ്പോ എന്താ പറയാ? ഇപ്പൊ അങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്തായിരുന്നു നേരത്തെ പറഞ്ഞ നിങ്ങളോട്? ഒന്നും പറഞ്ഞില്ല. ഇങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞു. ഇങ്ങനെ രാവിലെ ഇന്ന് രാവിലത്തെ കാര്യല്ലേ? ഇന്നല്ലേ നമ്മൾ സംസാരിച്ചത് അതെ അതെ അല്ലേ? അതെ അതെ. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അന്നേരം തന്നെ പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ പോണോന്ന് പറഞ്ഞു. പിന്നെ ഇപ്പൊ ഞാൻ എന്താ പറയണ്ടേ? അല്ല, ഞാൻ ഇനി എന്തെങ്കിലും ചെയ്യണോന്ന് എനിക്കറിയില്ല. അതാ ഞാൻ ചോദിച്ചത്. ചെയ്യണം, നിങ്ങൾക്ക് വേണ്ട പ്രവർത്തനം ചെയ്യണം. ഞാൻ പറഞ്ഞ ഇങ്ങനെ നിങ്ങളുടെ ആ സിറ്റുവേഷൻ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഇപ്പൊ പോകുന്ന കറക്റ്റാണ്. പിന്നെ അതിനകത്ത് കൂടുതൽ ബെറ്റർ ആവണം. പിന്നെ അതിനകത്ത് എൻ്റെ ഒരു ഇന്ന കോഴ്സിന് ചേരുന്നുണ്ട്. അങ്ങനെ ഒരു കോഴ്സ് നിങ്ങൾക്ക് തൽക്കാലം ആവശ്യമില്ല എന്ന രീതിയിലാണ് പറഞ്ഞത്. ബാക്കിയുള്ള പ്രവർത്തനം നിങ്ങൾ ആലോചിച്ചോളൂ എന്ത് വേണമെന്നുള്ളത്. ഒന്നുകൂടി മെസ്സേജ് അയച്ചോളൂ. എനിക്കൊന്ന് റീകളക്ട് ചെയ്യാം. കാരണം വെച്ചാൽ ഞാൻ അന്നേരം തന്നെ പറഞ്ഞു പോകുന്നതാണ്. പിന്നെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് ഓർത്തെടുക്കാൻ കഴിയില്ല. ഞാൻ അത് കഴിഞ്ഞ് മെസ്സേജ് അയച്ചായിരുന്നു. അപ്പൊ മറുപടി പറയും. അഡ്മിൻ മറുപടി മെസ്സേജ് അയച്ചാൽ മതി. അഡ്മിൻ എനിക്ക് അയച്ചു തരും. ഞാൻ പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. സിജിയുടെ സ്വപ്നത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും എനിക്കൊരു വ്യക്തത ഉണ്ടായില്ല സിജി. അതുകൊണ്ട് എനിക്ക് മറുപടി അറിയാൻ ഞാൻ ഇന്ന് രാവിലെ നിങ്ങൾ അവിടെ മെഡിറ്റേഷൻ വന്നിട്ട് പറയാമെന്ന് കരുതിയതാണ്. മറുപടി സത്യമായിട്ടും കുറച്ച് ഡീപ്പായിട്ട് പോകേണ്ടതായതുകൊണ്ട് എന്ത് മറുപടി ഞാൻ സിജിയോട് പറയണം എന്നുള്ളത് അത് അങ്ങനെ ഒരു സ്വപ്നമാണ്. അപ്പോൾ കുറച്ച് ആലോചിച്ചിട്ട് പറയേണ്ടതാണ്. എന്റെ വിഷയം അതിനപ്പുറത്ത് എന്തുകൊണ്ട് സിജി കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ സ്വപ്നം കാണുന്നു, അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതാണ്. സ്വപ്നത്തെ വ്യാഖ്യാനിക്കാം, അത് വിഷയമല്ല. സ്വപ്നത്തെ വ്യാഖ്യാനിക്കുന്നത് എളുപ്പമാണ്. പക്ഷെ എനിക്ക് സ്വപ്നത്തെ വ്യാഖ്യാനിച്ചതുകൊണ്ട് നിങ്ങളുടെ ഒരു വിഷയം തീരുന്നില്ല. നിങ്ങളുടെ വിഷയം ശരിക്കും സ്വപ്നങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾക്കത് വരുന്നു എന്ന് കാണുന്നതിലാണല്ലോ. അതാണ് പ്രത്യേകിച്ച് നോക്കുന്നത്. ഓക്കെ, നോക്കാം സിജി, ഞാൻ പറയാം. സാറേ, ഞാൻ സുധാകരനായിരുന്നു. യെസ് സാർ. സാറേ, ഞാൻ സാറിനോട് പറഞ്ഞായിരുന്നു എന്റെ സാമ്പത്തികം ബ്ലോക്കായിട്ട് കിടക്കുന്നു, തൊഴിലൊക്കെ സാറ് നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞായിരുന്നു. അന്ന് നമ്മൾ സംസാരിച്ചല്ലേ അത്? ഇല്ല, നോക്കിയിട്ട് പറയാന്നാ പറഞ്ഞു സാറ്. അത് നോക്കേണ്ടി വരും എന്നാ പറഞ്ഞു. നമ്മൾ നേരിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞില്ലെന്നല്ലേ? നേരിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞല്ലേ? അതെ. നമ്മൾ നേരിട്ട് ഇരിക്കാൻ കിട്ടിയില്ലല്ലോ. അത് കുറച്ച് കാര്യം നോക്കണ്ടാണ്. നിങ്ങളുടെ ബ്ലോക്കേജിന്റെ കാര്യങ്ങളാണ് നിങ്ങൾ എന്നോട് പറഞ്ഞല്ലേ? കുറച്ച് ബ്ലോക്കുകളല്ലേ പറഞ്ഞത്? നമ്മൾ നേരിട്ട് ഇരിക്കാവുന്ന ഇനിയിപ്പോ കൊച്ചി പ്രോഗ്രാം കഴിയുന്നത് വരെ സമയം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഒന്ന് അഡ്മിന് ബന്ധപ്പെട്ട് നമുക്കൊന്ന് നോക്കാം കേട്ടോ. നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് എന്ത് പിരിയാം? എന്റെ കാര്യം ഒന്നും പറഞ്ഞു തന്നില്ലല്ലോ. സൺഡേ ഇരിക്കല്ലേ, അപ്പൊ പറഞ്ഞ പോരെ. സൺഡേ ആണോ? ഞാൻ അടുത്ത ആഴ്ച ക്ലാസ് തുടങ്ങാൻ വിചാരിച്ചു. അത് കഴിഞ്ഞ സൺഡേ നമ്മൾ പറഞ്ഞല്ലേ ക്ലാസ് തുടങ്ങും. നിങ്ങൾ ഓൾറെഡി കേശ് ഇടാന് 2-3 ആള് റെഡിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക്? ഇല്ല, അത് കറക്റ്റ് എനിക്ക് കിട്ടിയില്ല. എങ്ങനെയാ അവരോട് പറയേണ്ടത്? അങ്ങനെ കറക്റ്റ് അങ്ങനെ കിട്ടണം. നമ്മൾ ഇരുന്നിട്ട് ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കണ്ടേ? വെറുതെ നമ്മൾ അങ്ങോട്ട് ബിസിനസ് ആകുമ്പോൾ നമ്മൾ രണ്ടുപേരും ഇരുന്നിട്ട് അതിന്റെ ഒരു സിസ്റ്റം സ്ട്രക്ചർ, അതിന്റെ പ്ലാൻസുകളൊക്കെ തയ്യാറാക്കണം. വെറുതെ വാക്കുകൊണ്ട് പറഞ്ഞു നടക്കുന്നല്ലോ. ഇതൊരു ഡോക്യുമെന്റേഷൻ അല്ലേ? അതിന് നമുക്ക് രണ്ടുപേർക്ക് നമുക്ക് രണ്ടുപേർക്ക് സമയം. ഞാൻ ഇന്നും അത് ആലോചിച്ചിരുന്നു. അതൊന്ന് ഇരുന്നിട്ട്, കാരണം ഒരു വ്യക്തത നിങ്ങൾക്കില്ലായിരിക്കുമ്പോൾ ഒരു തേർഡ് പാർട്ടിയെ കൊണ്ട് നമുക്കൊരു പ്രൊജക്ട് റിപ്പോർട്ട് തന്നെ ഉണ്ടാക്കണം. അതിന്
എന്നിട്ട് അതിൽ ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ എഴുതി തയ്യാറാക്കിയിട്ട് ഡോക്യുമെന്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അതാര് ചെയ്തു തരും? അത് അതാണ് ചെയ്യാൻ എനിക്ക് നമുക്ക് ആളെ കണ്ടുപിടിക്കാം. ജസ്റ്റ് നമുക്കൊന്ന് ക്ലിയർ ആവട്ടെ, എന്നിട്ട് ചെയ്യാം. അപ്പൊ അല്ല ഇപ്പൊ ഇടാന്ന് പറഞ്ഞ ആളോട് ഞാൻ എന്താ പറയണ്ടേ? പൈസ മേടിച്ചോ അയാളുടെ നിങ്ങൾ ഞാനൊരു പെർസെന്റേജ് പറഞ്ഞില്ലേ, അത് ആ പെർസെന്റേജ് ഫിക്സ് ചെയ്തോ. അതെ, അപ്പൊ മന്ത്ലി ആണോ അല്ലെങ്കിൽ വർഷത്തിൽ എങ്ങനെയാണ് കൊടുക്കുക? നിങ്ങൾ എങ്ങനെ ഒരാൾക്ക് ലാഭം കൊടുക്കുക, മന്ത്ലി ആണോ ഇയർലി ആണോ, അതൊക്കെ നിങ്ങൾ തീരുമാനിക്കുന്നതല്ലേ. ടോട്ടൽ ഉള്ള പ്രോഫിറ്റിന് ഇത്ര പെർസെന്റേജ് അവർക്ക് കൊടുക്കുക. മന്ത്ലി കൊടുക്കാം അല്ലെ? അതെങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം നിങ്ങൾക്ക്. എങ്ങനെ കൊടുത്താലും അയാളെ സംബന്ധിച്ച് ഗുണം ഉണ്ടാവും. ഒരാൾ തരുന്ന ആൾക്കും ഗുണം ഉണ്ടാവണം, കൊടുക്കുന്ന നിങ്ങൾക്കും ഗുണം ഉണ്ടാവണം. രണ്ടുപേർക്കും വേണമല്ലോ, ഒരു ബിസിനസ് അല്ലേ. അപ്പൊ അതെ അതെനിക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു അറിയില്ല. പബ്ലിക്കിൽ ഇപ്പൊ ചർച്ച ചെയ്യാൻ പറ്റില്ല, നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. ഓക്കെ. നമുക്ക് നാളെ പറ്റുമെങ്കിൽ ഞാൻ ഒന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഇന്നൊന്ന് വിളിക്കും. നാളെ എന്നൊന്ന് വിളിക്കും, തിരക്കില്ല. ഫ്രൈഡേ അല്ലേ. സാറിന്റെ ഫോണിൽ മെസ്സേജ് ഇടാം. ഒന്ന് മെസ്സേജ് ഇട്ടാ. ഓക്കെ, ശരി. മണി ബ്ലോക്ക് ഉള്ളവരൊക്കെ മണി മാനിഫെസ്റ്റേഷൻ കോഴ്സിന് വരും. അപ്പൊ മണി ബ്ലോക്ക് നമുക്ക് ഓപ്പൺ ആക്കാം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഇവിടെ എനിക്ക് മണി ബ്ലോക്ക് എങ്ങനെ ഞാൻ ഓപ്പൺ ആക്കും? അത് എന്താ കാര്യങ്ങൾ അറിയണ്ടേ? കാര്യങ്ങൾ അറിയാൻ മണി ബ്ലോക്കിന്റെ കാര്യം ഓപ്പൺ ആക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് പിരിയാം. നാളെ നോക്കാം. വെള്ളം എടുത്തിട്ട് അടയ്ക്കാം. ശരി, അപ്പൊ എല്ലാവരോടും ശുഭരാത്രി, ശുഭനിദ്ര. താങ്ക് യു. താങ്ക് യു. താങ്ക് യു ഓൾ. താങ്ക് യു. താങ്ക് യു. നേരിട്ട് കോൺടാക്ട് ചെയ്യാൻ സാധിക്കില്ല, കാരണം ഞാൻ ഇവയിൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് നേരിട്ട് താങ്ക് യു സർ. താങ്ക് യു.